ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ ഡേയുടെ വീഡിയോയുമായിട്ടാണ്. 100% റിസൾട്ട് കിട്ടുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡേ ആണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇന്നത്തെ ടൈമിൽ നമുക്ക് ഈ ഒരു കാലാവസ്ഥ, അതുപോലെ സ്ട്രെസ്, പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടി പെട്ടെന്ന് നരയ്ക്കുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാം പെട്ടെന്ന് മുടി നരച്ചു പോകാറുണ്ട്. അതിനായിട്ട് നമ്മൾ പലതരത്തിലുള്ള ഹെയർ ഡേ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ആ ഒരു ഹെയർ ഡേ ഒക്കെ പുറത്തു നിന്നുള്ള ഹെയർ ഡേ ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ ധാരാളം കെമിക്കലൊക്കെ ചേർന്നായത് കാരണം നമ്മുടെ ഹെയറിനും അത് ദോഷമാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്. ഞാനിപ്പോൾ ഈ സ്പൂണിനൊരു ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം. നമുക്ക് ആയുർവേദ ഷോപ്പുകളിലും ഒക്കെ കിട്ടും, അല്ലാതെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഇത് കിട്ടുന്നതാണ്. ഫസ്റ്റിൽ നമ്മൾ ഇതൊന്ന് നല്ലപോലെ നല്ലപോലെ വറുത്തെടുക്കാം. നല്ലപോലെ വറുത്ത് വേണം നമ്മളിതെടുക്കാൻ. കരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ്. നമ്മൾ ഇതിൻ്റെ എണ്ണ കാച്ചി ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ മുടിക്ക് നല്ല ഗ്രോത്തും നല്ല കറുപ്പും അകാല നര ഇല്ലാതാകാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു കരിഞ്ജീരകം എന്ന് പറയുന്നത്. മുടിക്ക് ഗ്രോത്ത് ഉണ്ടാകാൻ വളരെയധികം നല്ലതാണ്. ഫസ്റ്റിൽ നമുക്കിതൊന്ന് നല്ലപോലെ വറുത്തെടുത്തുകൊണ്ട് വരാം. നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കണക്കനുസരിച്ച് നമുക്ക് നല്ലപോലെ ഇത് കരിച്ച് വേണം എടുക്കാൻ. അതുപോലെ മൂത്ത് വേണം എടുക്കാൻ. അപ്പോൾ ഇതാ ഇവിടെ നല്ലപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ആറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ആറി വരുമ്പോഴേക്കും നമുക്ക് ഡൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 4 ഇതളിൻ്റെ 3 ചെമ്പരത്തി പൂവാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് ഈ പൂവിൻ്റെ എസൻസൊക്കെ ഒന്ന് ഇറങ്ങുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ആ വെച്ച വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ആ എസൻസ് ഒക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ തേയിലപ്പൊടിയും കൂടാണ്, ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതുകൂടെ നന്നായിട്ട് തിളച്ചതിൻ്റെ എസൻസ് എല്ലാം ഇളങ്ങിയതിന് ശേഷം ഈ വെള്ളം നമുക്ക് ആറിയിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ വെള്ളം ഒന്ന് ആറിയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കരിഞ്ജീരകം അത് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലപോലെ പൊടിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടിയുടെ ഗുണങ്ങൾ പറയാതെ തന്നെ അറിയാമല്ലോ. മുടി തഴച്ച് വളരാനും മുടിക്ക് നല്ല കറുപ്പ് നൽകാനും താരൻ മാറാനും എല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നമ്മൾ കരിഞ്ജീരകപ്പൊടിയാണ് ഇടുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി തന്നെ നമ്മൾ ചേർക്കണം. അതേപോലെ തന്നെ ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ അഥവാ നീലയമരിപ്പൊടിയാണ്. അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇൻഡിഗോ പൗഡർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള ബ്ലാക്ക് കളർ നൽകാൻ വേണ്ടി വളരെയധികം നല്ലതാണ്. അത് കൂടാതെ തന്നെ മുടിക്ക് തഴിച്ച് വളരാനും വളരെ നല്ലതാണ്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചായപ്പൊടി അഥവാ തേയിലപ്പൊടി ഇട്ടതും അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞാൽ മുടിക്ക് വളരെ നല്ലതാണ്. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ള ഡൈ വളരെ നല്ലതാണ്. എന്നിട്ട് ഇത് ഒഴിച്ചതിന് ശേഷം ചെറു ചൂടുവെള്ളത്തോടു കൂടി നമുക്ക് ഈ ഒരു നീലയമരിപ്പൊടി ഇട്ടേക്കുന്നത് കാരണം നമ്മൾ ചെറു ചൂടോടുകൂടി വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹെയർ ഡേ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണ്. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇതിനുണ്ടാവില്ല. അതുപോലെ തന്നെ മുടി പൊഴിച്ചിലെ മുടി താരൻ്റെ പ്രശ്നങ്ങളെ, അതുപോലെ തന്നെ മുടി നരയ്ക്കുന്നതിനും എല്ലാം വളരെ നല്ലതാണ്. ഇത് നമ്മൾ മുടി നരയ്ക്കുന്നതിന് മാത്രമായിട്ടുള്ള ഒരു ഹെയർ പാക്ക് അല്ല, മുടി കിളിക്കാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾ മാറാനും ഉള്ള ഒരു ഹെയർ പാക്ക് കൂടിയാണ്. നമ്മൾ ഇതിനകത്ത് എല്ലാ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ 1-2 ദിവസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഡയറക്റ്റ് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടി നല്ലപോലെയൊക്കെ ഷാമ്പൂ ഇട്ടൊന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അഥവാ നിങ്ങളുടെ മുടി കുറച്ച് ഈ ഒരു നീലയമരിപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കറ്റാർവാഴ ജെല്ലൂടെ നിങ്ങൾക്ക് ഇതിൽ മിക്സ് ചെയ്യാവുന്നതാണ്. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറോളം നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. ഇപ്പം തന്നെ ഇതാ കണ്ടില്ലേ, നല്ലൊരു കളറുണ്ട്. ഇത് പുരട്ടി നമ്മൾ ഹെന്ന ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അപ്പം മുടി എത്രമാത്രം നിങ്ങൾക്ക് നരച്ചിട്ടുണ്ടോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്.
ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 1.5 മണിക്കൂർ അല്ലെ 2 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് സാധാ പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. കഴുകിക്കളഞ്ഞതിന് ശേഷം ഒരു ദിവസത്തിന് ശേഷം മാത്രമേ നിങ്ങൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കാവുള്ളൂ. ഇത് നിങ്ങൾ ആഴ്ചയിൽ 1 പ്രാവശ്യം അല്ലെ 2 പ്രാവശ്യം ചേർക്കുക. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം, 3 ആഴ്ച, അങ്ങനെ ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ചെറുതായിട്ടൊക്കെ നരയുള്ളവരാണെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. നല്ല പഴകിയ നരയൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം വെച്ച് ആദ്യത്തെ 1 മാസം 4 പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ മാസം 2 പ്രാവശ്യം ചെയ്യുക. 2 മാസം ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. മൂന്നാമത് നിങ്ങൾക്ക് മാസത്തിൽ ഒരിക്കൽ മാത്രം ഈ ഒരു ഡൈ അപ്ലൈ ചെയ്താൽ മതി. നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.